ഹായ് മക്കളെ, സൈലം ഹൈബ്രിഡ് ക്യാമ്പസുകളിൽ നീറ്റ് അല്ലെങ്കിൽ ജെയ്ക്ക് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന മക്കൾക്കുള്ള സ്കോളർഷിപ്പുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ബോർഡ് എക്സാം മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള സ്കോളർഷിപ്പുകൾ സൈലം ഹൈബ്രിഡ് ക്യാമ്പസുകളിൽ അവൈലബിൾ ആണ്. സോ ആദ്യം പറയാൻ പോകുന്നത് CBSE വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളാണ്. CBSE ബോർഡ് എക്സാം +2 ബോർഡ് എക്സാമിന്റെ നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് നിങ്ങളൊരു നീറ്റ് റിപ്പീറ്റർ ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്കും, അതേസമയം നിങ്ങളൊരു JEE ആസ്പിറന്റ് ആണെങ്കിൽ, JEE റിപ്പീറ്റർ ആണെങ്കിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന്റെ മാർക്കുമാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ CBSE ബോർഡ് എക്സാമിന്റെ 3 സബ്ജക്റ്റുകളുടെ മാർക്ക് ഔട്ട് ഓഫ് 300 ആണ്. ആ 300ൽ നിങ്ങൾ സ്കോർ ചെയ്ത മാർക്കിന്റെ ബേസിസിലായിരിക്കും നിങ്ങളുടെ സ്കോളർഷിപ്പുകൾ ഉണ്ടാവുക. അപ്പോൾ 300ൽ നിങ്ങൾ സ്കോർ ചെയ്തിരിക്കുന്നത് CBSE വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. 297 മുതൽ 300 വരെയാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ ഈ 3 സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പ് ആയിരിക്കും ഉണ്ടാവുക. അതായത് കോഴ്സ് ഫീ, രജിസ്ട്രേഷൻ ഫീ, മെറ്റീരിയൽ ഫീ ആൻഡ് ടാബ്, ഇതിലെല്ലാം നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കും. ആൻഡ് 295 296 ആണ് നിങ്ങളുടെ സ്കോറെങ്കിൽ നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പ് ഓൺ കോഴ്സ് ഫീ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ മെറ്റീരിയൽ ഫീയിലും ഇതേ സ്കോളർഷിപ്പ് ഉണ്ടാവും. ആൻഡ് 291 മുതൽ 294 വരെയാണെങ്കിൽ കോഴ്സ് ഫീയിൽ 75% സ്കോളർഷിപ്പും, 288 മുതൽ 290 വരെയാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ കോഴ്സ് ഫീയിൽ 60% സ്കോളർഷിപ്പ് ഉണ്ടാകും. 284 മുതൽ 287 വരെ സ്കോർ ചെയ്ത ആളുകൾക്ക് 40% സ്കോളർഷിപ്പ് ഓൺ കോഴ്സ് ഫീ. ആൻഡ് 279 to 283 ആണ് നിങ്ങളുടെ സ്കോറെങ്കിൽ കോഴ്സ് ഫീയിൽ 20% സ്കോളർഷിപ്പും, 275 to 278 ആണെങ്കിൽ 10% സ്കോളർഷിപ്പ് ഉണ്ടാവുക കോഴ്സ് ഫീയിൽ. ആൻഡ് 265 മുതൽ 265 മുതൽ 274 വരെ മാർക്ക് സ്കോർ ചെയ്ത ആളുകൾക്ക് കോഴ്സ് ഫീയിൽ 5% സ്കോളർഷിപ്പ് ആണ് ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് CBSE അല്ലെങ്കിൽ ISE ബോർഡ് എക്സാം എഴുതിയ കുട്ടികൾക്കുള്ള അവൈലബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പുകളെ കുറിച്ചാണ്. ഇത് നമ്മൾ സ്റ്റേറ്റ് സിലബസിലേക്ക് വരികയാണെങ്കിൽ സ്റ്റേറ്റ് സിലബസിന്റെ +2 ബോർഡ് എക്സാമിന്റെ റിസൾട്ട് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ +1 ബോർഡ് എക്സാമിന്റെ മാർക്കിന്റെ ബേസിസിലുള്ള സ്കോളർഷിപ്പുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതായത് നിങ്ങൾ JEE റിപ്പീറ്റർ ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിലെയും അതുപോലെ നീറ്റ് റിപ്പീറ്റർ ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിലെയും മാർക്കാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഔട്ട് ഓഫ് 240 ആണ് ഈ 3 സബ്ജക്റ്റുകളുടെ മാർക്ക് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ 240 ഔട്ട് ഓഫ് 240 സ്കോർ ചെയ്ത ആളാണ് ഈ 3 സബ്ജക്റ്റുകളെങ്കിൽ നിങ്ങൾക്ക് 30% സ്കോളർഷിപ്പ് ആയിരിക്കും അവൈലബിൾ ആയിരിക്കുക. ആൻഡ് 239 ആണ് നിങ്ങൾ +1ലെ സ്കോറെങ്കിൽ 30% സ്കോളർഷിപ്പ് തന്നെയാണ്. 238 237 236 235 ആണ് നിങ്ങളുടെ മാർക്കെങ്കിൽ, അതായത് 235 മുതൽ 238 വരെ സ്കോർ ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 20% സ്കോളർഷിപ്പ് ആയിരിക്കും കോഴ്സ് ഫീയിൽ ഉണ്ടാവുക. ആൻഡ് അതുപോലെ തന്നെ 231 മുതൽ 234 വരെയാണ് നിങ്ങളുടെ മാർക്ക് ഈ 3 സബ്ജക്റ്റുകളെങ്കിൽ 10% സ്കോളർഷിപ്പ് ഓൺ കോഴ്സ് ഫീ. അതേപോലെ 225 മുതൽ 230 വരെയാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ഫീയിൽ 5% സ്കോളർഷിപ്പ് ഉണ്ടാകും. അതായത് സ്റ്റേറ്റ് സിലബസുകാരെ +1 മാർക്കിന്റെ അടിസ്ഥാനത്തിലുള്ള സ്കോളർഷിപ്പാണ് ഈ പറഞ്ഞത്. സോ എത്രയും പെട്ടെന്ന് നമ്മുടെ നീറ്റ് അല്ലെങ്കിൽ JEE പ്രിപ്പറേഷൻ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ സീറ്റുകൾ ഉറപ്പുവരുത്തുക. നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് സമയം റിവിഷന് വേണ്ടിയും കൂടുതൽ PYQs ചെയ്യാനൊക്കെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അടിപൊളിയാവണം നമ്മുടെ പ്രിപ്പറേഷൻസ്. 2026 നീറ്റും JEEയും നമുക്ക് ഒരുമിച്ച് നേരിടാം.